അസ്സലാമലൈക്കും. ഏട്ടൻ വണ്ടി എടുത്തിട്ട് അനിയൻ എന്ന നിലയിൽ ഇതുവരെ ഒന്ന് ഓട്ടി വെക്കാൻ പറ്റിയിട്ടില്ല. നാട്ടുകാർ പറഞ്ഞാൽ മോശമല്ലേ, ഏട്ടനൊരു വണ്ടിയൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഓട്ടാൻ തന്നില്ലെന്ന് ചോദിച്ചു. ആ ചീത്തപ്പേരൊക്കെ മാറ്റാൻ വേണ്ടി വണ്ടി എടുത്തൊരു റൈഡ് പോകാന്ന് വിചാരിച്ചപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ ഇറങ്ങി സ്വന്തം കുട്ടികൾക്കും കൂടി കൊടുക്കാത്ത കെയറിംഗ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. അതിന് ഏട്ടൻക്ക് കുട്ടികളില്ലല്ലോ. കുട്ടികളില്ലെങ്കിലും ഏട്ടൻക്ക് ആ വണ്ടിനോടുള്ള സ്നേഹം കണ്ടിട്ട് പറഞ്ഞാണ് എന്തൊരു കെയറിംഗ് ആ നോക്കാം. ഏട്ടൻ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ എന്നാൽ ശരിയാവില്ല എന്ന് കണ്ടുകൊണ്ട് അല്ല ഞാനൊരു കൈവച്ചു. ഇല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി കിട്ടിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊന്നല്ല, ഓരോടൊക്കെ ഉള്ള സ്നേഹം കൊണ്ട് അങ്ങനെ കൈകലൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി എടുത്ത് ഞാനും സോലയും കൂടി ഇറങ്ങി. പുതിയ വണ്ടി ആയതുകൊണ്ട് എനിക്ക് നല്ല പേടി, എവിടെങ്കിലും തട്ടുക മുട്ട ചെയ്താൽ ഏട്ടൻ്റെ ഒക്കെ കേൾക്കണതും ആ സങ്കടമൊക്കെ സഹിച്ചാൻ പറ്റും. ഇതാണെങ്കിൽ ഒടുക്കത്തെ കാനം, പക്ഷെ എന്നാൽ നല്ല സുഖമുണ്ട് കേട്ടോ ഓട്ടാൻ. അങ്ങനെ എന്തോ ഭാഗ്യം കൊണ്ട് അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മള് വൈലത്തൂര് അവിടുന്ന് കടയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിക്കണ്ട. അങ്ങനെയൊക്കെ സാധനം മേടിക്കാനൊക്കെ കയറിയപ്പോഴാണ് നമ്മളെ കൂടെ കളിക്കാനൊക്കെ വരുന്ന അണ്ണനെയും മൂപ്പരെ മോനൊക്കെ കണ്ടു. ഓരോ സാധനമൊക്കെ മേടിക്കാൻ വന്നത്. പിന്നെ നമ്മള് സാധനം മേടിച്ചിറങ്ങിയപ്പോഴാണ് വെട്ടുകാരൻ മൊഞ്ചനെ കണ്ടു. ഒരു പോത്തിന്റെ തലയടിച്ച് പൊട്ടിച്ചുള്ള വരവാട്ട. വെട്ടുകാരൻ എന്ന് പറഞ്ഞാലും പോരാ, നല്ല ഒന്നൊന്നര വെട്ടുകാരൻ തന്നെ. നല്ല പോത്തിന്റെ കോയിനൊക്കെ വെട്ടി നോക്കാണ്ട് ഈ പറഞ്ഞാൽ മതി, ചക്കൻ ചെയ്തരു. പിന്നെ പെരേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവൻ വന്നത്. ആര്? നമ്മളെ മയൻ. പിന്നെ അതൊന്നും ഒതുങ്ങിക്കോട്ടെ എന്ന് വെച്ച് ഒരു ചായ കുടിക്കാൻ കയറി. ചായ അല്ലേ കുടിച്ചത്, നല്ല ഹോർലിക്സും ചൂട് പപ്സും. ഞാൻ മോനെ. പിന്നെ മഴയൊക്കെ കുറഞ്ഞെന്നുണ്ടപ്പോ കണ്ണാടിയിലൂടെ കുറച്ച് ക്യൂട്ട്നെസ്സും വാരിയിട്ട് പെരേക്ക് വരുമ്പോഴാണ് വൈക്കന്ന് വീണ്ടും മയാണ്ട് പോയി. വീടൊക്കെ താനായോണ്ട് തന്നെ മഴ കണ്ട് കൊണ്ടാണ് പോകാന്ന് വിചാരിച്ചു. നല്ലാണ്ട് അങ്ങനെ നനഞ്ഞ വീട്ടിലെത്തിയപ്പോ നല്ല പുട്ടും കടലക്കറി ഉണ്ട്. അതുകൊണ്ട് തിന്നപ്പോ റാഹത്ത. അപ്പൊ എന്നാ ശരി, മാസലാമ.